ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 യാത്രയുടെ സമാപനത്തിൽ നിരവധി പദ്ധതികളുടെ പ്രഖ്യാപനം നടന്നു. ഇംപാക്ട്ഫുൾ വിമൻ കേരള 2025 അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. 24ഉം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്ന കമ്പ്യൂട്ടർ ലാബുകളുടെ പ്രഖ്യാപനം ചടങ്ങിൽ നടത്തി. 40 സ്കൂളുകൾക്കാണ് ലാബുകൾ നൽകുന്നത്. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് പദ്ധതി പ്രഖ്യാപിച്ചു. SKN40ക്ക് ആ 40യുടെ ഭാഗമായിട്ടുള്ള 40 കമ്പ്യൂട്ടർ ലാബുകൾ, കമ്പ്യൂട്ടർ വിദ്യയുടേതാണ്, വിദ്യ കൊണ്ട് ലഹരിയെ നേരിടുക, അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ്. ഇത് ഞങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്കൂളുകളുണ്ട്. 14 ജില്ലകളിലായിട്ടാണ് 40 കമ്പ്യൂട്ടർ ലാബുകൾ കൊടുക്കുന്നത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് 24 കണക്ട് അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. എന്തായാലും അതൊരുപാട് കുട്ടികളെ ടെക്നോളജിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. 24ഉം അബീർ ഗ്രൂപ്പും സംയുക്തമായി കേരളത്തിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഇത്തരം പരിപാടിയിലേക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഡി അഡിക്ഷൻ സെൻറ്റർ, ഇങ്ങനത്തെ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു മേഖലയിലേക്ക് എൻ്റെ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും അതിൻ്റെ കൂടെ മുന്നോട്ട് പോകാനും തയ്യാറാണെന്ന് എന്തുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ടൈപ്പ് 4 പ്രമേഹത്തിനെതിരായ കുഞ്ഞുമിഠായി പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. 24 ചീഫ് മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായരാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത്. കുട്ടികളിൽ വരുന്ന ഈ പ്രമേഹം, അതിൻ്റെ അളവ് അളക്കാനുള്ള ഒരു മെഷീൻ ശരീരത്തിൽ ഫിറ്റ് ചെയ്യാനാണ് ഇതിൻ്റെ പരിപാടി. 25 ലക്ഷം രൂപയാണ് 24 കണക്ട് ഇതിനായി നൽകുന്നത്. 24ന്റെ ഇംപാക്ട്ഫുൾ വിമൻ ഓഫ് കേരള അവാർഡുകൾ ചടങ്ങിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ വിതരണം ചെയ്തു. പെൺകൂട്ട് സംഘടനയുടെ വിജി, കേരളത്തിലെ ആദ്യ വനിതാ മത്സ്യബന്ധന തൊഴിലാളി രേഖ, ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് കാർത്തിക, പൊമ്പിളെ ഒരുമൈ സമരനേതാവ് ഗോമതി, ആശാ വർക്കേഴ്സ് സമരനേതാവ് S മിനി എന്നിവരാണ് അവാർഡിന് അർഹരായത്. 24 കോഴിക്കോട്.